ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമന്നാരായണീയത്തിലെ ദശകം 10. സൃഷ്ടിഭേദങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹത്താൽ തപോബലവും ബുദ്ധിബലവും വർദ്ധിച്ച ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിപ്രകാരം ഈ ദശകത്തിൽ വിവരിക്കുന്നു. ശ്ലോകം 1. വൈകുണ്ഠവർദ്ധിത ബലോധ ഭവത് പ്രസാദാത് അംഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നോനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനഭിദേവഭേദാൻ. വൈകുണ്ഠ വർദ്ധിതബലഃ അധ ഭവത് പ്രസാദാത് അംഭോജയോനിഃ അസൃജത് കില ജീവ ദേഹാൻ സ്ഥാസ്നോനി ഭൂരുഹ മയാണി തഥാ തിരശ്ചാം ജാതീഃ മനുഷ്യ നിവഹാൻ അഭിദേവഭേദാൻ. ഹേ വൈകുണ്ഠ, ഹേ വൈകുണ്ഠമൂർത്തേ, ഭവത് പ്രസാദാത് വർദ്ധിതബലഃ, അങ്ങയുടെ അനുഗ്രഹത്താൽ വീര്യം അധികമായവനായ അംഭോജയോനിഃ ബ്രഹ്മാവ് അധ ഭൂർഹമയാണി പിന്നീട് മണ്ണിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാസ്നൂനി തഥാ സ്ഥാവരങ്ങളും അതുപോലെ തിരശ്ചാം ജാതീഃ പക്ഷി മൃഗാദി തിര്യജാതികളും മനുഷ്യ നിവഹാൻ മനുഷ്യവർഗങ്ങളും ദേവഭേദാൻ അഭി ദേവഭേദങ്ങളും അടങ്ങുന്ന ജീവദേഹാൻ അസൃജത് കില ജീവശരീരങ്ങളെ സൃഷ്ടിച്ചുവത്രേ. അല്ലയോ വിഷ്ണു, അങ്ങയുടെ അനുഗ്രഹത്താൽ സിദ്ധിപ്രഭാവങ്ങളുണ്ടായ ബ്രഹ്മാവ് വൃക്ഷങ്ങൾ, ഔഷധികൾ, ലതകൾ മുതലായ സ്ഥാവരങ്ങളെയും പക്ഷി മൃഗാദികളായ തിര്യവർഗങ്ങളെയും മനുഷ്യരെയും ദേവന്മാരെയും എന്നുവേണ്ട സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചുവത്രേ. ഈശ്വരൻ്റെ ചൈതന്യാംശമാണ് ജീവൻ. അത് നിത്യനാകയാൽ അതിന് ദേഹകൽപ്പന ചെയ്യുക എന്നതാണ് സൃഷ്ടി. ആ ദേഹമാകട്ടെ സ്ഥാവരം, അതായത് ഇളകാത്ത വസ്തുക്കളെയും ജംഗമ, അതായത് ഇളകുന്ന വസ്തുക്കളെയും അതിൻ്റെ വ്യത്യാസത്തിൽ രണ്ടായി വേർതിരിക്കുന്നു. ജംഗമങ്ങളിൽ പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ, ദേവന്മാർ, മനുഷ്യർ എല്ലാം ഉൾപ്പെടുന്നു. ഈ സൃഷ്ടിവർണ്ണനം കൊണ്ട് ശരീരമാകുന്ന ഉപാധി മാറ്റിവെച്ചാൽ എല്ലാ ജീവരാശിയും ഒന്നാണെന്നും ഈശ്വരമയമാണ് ജഗത്തെന്നും വിശദമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ തപോബലവും മതിബലവും അതായത് ബുദ്ധിവൈഭവവും കൊണ്ട് ഏകാഗ്രമായ വർദ്ധിച്ച ബുദ്ധിഗുണം കൊണ്ട് സൃഷ്ടിയെ തുടങ്ങി. വർദ്ധിച്ചു കിട്ടിയ ബുദ്ധിബലം കൊണ്ട് ബ്രഹ്മാവ് വീണ്ടും സ്ഥാവര ജംഗമങ്ങളെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ജീവൻ. ശരീരം ജഡപ്പൊരുളാണ്. അതിലേക്ക് ജീവൻ എന്ന ചൈതന്യത്തെ നൽകുമ്പോൾ ജീവിതം ഉണ്ടാകുന്നു. എല്ലാ ജീവരാശികളിലും ശരീരാകൃതിയിൽ വ്യത്യാസത്തെ കാണുമ്പോൾ അതിനകത്തിരിക്കുന്ന ചൈതന്യത്തിന് ഒരു വ്യത്യാസവും മാറ്റവും സംഭവിക്കുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ജീവരാശികളും ഒന്നാണെന്നും ഈശ്വരമയമാണെന്നും വിശദമാക്കിയിരിക്കുന്നു. വൈകുണ്ഠവർദ്ധിത ബലോധ ഭവത് പ്രസാദാത് അംഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നോനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനഭിദേവഭേദാൻ. ശ്ലോകം 2. തമപ്രധാനമായ സൃഷ്ടികാര്യം വിവരിക്കുന്നു. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ
ഉദ്ധാമതാമസപദാർത്ഥവിധാനദൂനാ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. മിഥ്യാഗ്രഹ അസ്മിമതി രാഗ വികോപ ഭീതി അജ്ഞാന വൃത്തിം ഇതി പഞ്ചവിധാം സ സൃഷ്ട്വാ ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ധൂനഃ തേനെ ത്വദീയ ചരണ സ്മരണ വിശുദ്ധൈ. സഹ മിഥ്യാഗ്രഹാസ്മിതി രാഗവികോപഭീതി. ആ ബ്രഹ്മാവ് തെറ്റിദ്ധരിക്കൽ, അതായത് പ്രപഞ്ചം യാഥാർത്ഥ്യമാണെന്നുള്ള ബോധം, അഹംബുദ്ധി, രാഗം, കോപം, ഭയം, ഇതി പഞ്ചവിധാം എന്നിങ്ങനെ 5 വിധത്തിൽ അജ്ഞാനവൃത്തിം സൃഷ്ടുവ അജ്ഞാനകാര്യങ്ങളെ സൃഷ്ടിച്ചിട്ട് ഉദ്ധാമ താമസ പദാർത്ഥ വിധാനദൂനഃ അത്യധികം തമോ ഗുണമുള്ള ഇവയുടെ സൃഷ്ടി കൊണ്ട് പശ്ചാത്താപിക്കുന്നവനായിട്ട് വിശുദ്ധൈഹി ത്വദീയ ചരണസ്മരണം തേനെ അജ്ഞാനം നീങ്ങി ശുദ്ധി കൈവരുന്നതിനായി നിൻ തിരുവടിയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. ആ ബ്രഹ്മാവ് മിഥ്യാബോധം, അഹങ്കാരം, അതായത് ശരീരാദികളിൽ ഞാൻ എന്നുള്ള വിചാരം, സുഖസാധനങ്ങളിലുള്ള അത്യാഗ്രഹം, ക്രോധം, ഭയം എന്നിങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാനകാര്യങ്ങളെ സൃഷ്ടിച്ചിട്ട് തമോ ഗുണപ്രധാനങ്ങളായ വളരെ പദാർത്ഥങ്ങൾ സൃഷ്ടിച്ചു പോയതിനാൽ വളരെയധികം വ്യസനിച്ചു. തൻ്റെ അജ്ഞാനം, അതായത് അറിവില്ലായ്മയെ നീങ്ങുന്നതിനായി നിൻ തിരുവടിയുടെ പാദപത്മങ്ങളെ ധ്യാനിച്ചു. അജ്ഞാനമെന്നാൽ ആത്മസ്വരൂപത്തെ തിരിച്ചറിയാതിരിക്കുന്നത്. അഹംഭാവമെന്നാൽ ദേഹമാണ് ആത്മാവ് എന്ന ധാരണ. രാഗം, കോപം, ഭയം എന്നീ 5 അംഗങ്ങൾ അടങ്ങുന്നതാണ് തമോ ഗുണകാര്യമായ അവിദ്യ. രാഗം, അത്യാഗ്രഹം, കോപം എല്ലാം തൻ്റെ ഇഷ്ടത്തിനെതിരായി നടക്കുമ്പോൾ വരുന്ന ഒരു വികാരം. ഭയം ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരു വിഷയത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അറിവില്ലായ്മയാൽ വരുന്ന അജ്ഞാനം കൊണ്ടുവരുന്ന ഒരു വികാരം. ഒരു ഉദാഹരണം, ഇരുട്ടിൽ കയറിൻ്റെ മേൽ ചവിട്ടിയാൽ അത് പാമ്പാണെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നു. അവിടെ വെളിച്ചത്തെ കൊണ്ടുവരുമ്പോൾ അത് പാമ്പല്ല, കയറാണ് എന്ന ഒരു അറിവ് വരുമ്പോൾ അവിടെ നിന്നും ഭയം നീങ്ങുന്നു. തമോ ഗുണകാര്യമായ അവിദ്യകളാണ് സംസാരബന്ധത്തെ ഉണ്ടാക്കുന്നത്. മനസ്സിൻ്റെ ശാന്തിയെയും സമാധാനത്തെയും കെടുക്കുന്ന ഈ അജ്ഞാനകാര്യങ്ങളായ തമോ ഗുണപ്രധാനങ്ങളായ പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചു പോയതിനാൽ ബ്രഹ്മാവ് വളരെയധികം വ്യസനിച്ചു. സൃഷ്ടി ചെയ്തതിന് ശേഷമാണ് ബ്രഹ്മാവിന് പശ്ചാത്താപം ഉണ്ടാകുന്നത്. അതിൻ്റെ പരിഹാരമാണ് ഭഗവദ്ധ്യാനം. ഈ ശ്ലോകത്തിൽ ഈ വിവരണം പ്രത്യേകം ശ്രദ്ധേയമാണ്. ലൗകിക കാര്യങ്ങളിലും ഇതുപോലെ മനുഷ്യർ തെറ്റ് ചെയ്തതിന് ശേഷം പശ്ചാത്താപ വിവശനാകുന്നു. ഇത് സർവ്വസാധാരണമാണ്. അതിന് പ്രായശ്ചിത്തം എന്നത് തെറ്റിനെ വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും തെറ്റുകൾ വരാതെ ശ്രദ്ധയോടെ ഇരിക്കുകയും വേണം. ഭഗവത് ഭജനം ഒന്ന് മാത്രമാണ് ഉപശാന്തിയാകുന്നുള്ളൂ എന്നിവിടെ എടുത്തു കാണിക്കുന്നു. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ധാമതാമസപദാർത്ഥവിധാനദൂനാ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. ശ്ലോകം 3 തുടർന്നുണ്ടായ സൃഷ്ടികാര്യം വിവരിക്കുന്നു. താവത്സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം
ते सृष्टिकर्मणि तु तेन नियुज्यमाना त्वत्पादभक्तिरसिका जगृहुर्नवाणीम् तावत् ससर्ज मनसा सनकं सनन्दं भूयः सनातना मुनिं च सनत्कुमारं ते सृष्टिकर्मणि तु तेन नियुज्यमानाः त्वत्पादभक्तिरसिकाः जगृहुः न वाणीं तावत् भूयः मनसा सनकं सनन्दं സനാതനമുനിം സനത്കുമാരം ച സസർജ. അപ്പോൾ പിന്നെയും മനസ്സുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവരെയും സൃഷ്ടിച്ചു. ത്വത് പാദഭക്തിരസികാഹ, ഭഗവത് ഭക്തിരസം അറിയുന്ന അവരാകട്ടെ, തേ തു തേന സൃഷ്ടികർമ്മണി നിയുജ്യമാനാഹ അഭി വാണിം ന ജഗൃഹുഹു. ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കു വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടിട്ടും വാണി ന ജഗൃഹു, ബ്രഹ്മാവിൻ്റെ ആ വാക്ക് സ്വീകരിച്ചില്ല. ബ്രഹ്മാവ് അങ്ങയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ ഈ 4 മുനിമാരെ സൃഷ്ടിച്ചു. അവരോട് നിങ്ങൾ സൃഷ്ടി ചെയ്യുക എന്ന് ബ്രഹ്മാവ് നിയോഗിച്ചിട്ടും അങ്ങയുടെ പാദഭക്തിയിൽ ആസക്തന്മാരായ അവർ അത് കൈക്കൊണ്ടില്ല. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് തനിച്ചാണ് സൃഷ്ടി നടത്തിയത്. അതിനാൽ അദ്ദേഹം തൻ്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെയാണ് സൃഷ്ടിക്ക് അടിസ്ഥാനമാക്കിയത്. മനസ്സാണ് അതിൽ പ്രധാനം. മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ് സനകാദികളായ 4 പുത്രന്മാർ. അവർ ജന്മനാ തന്നെ ഭക്തിരസം അറിയുന്നവരാണ്. മോക്ഷമാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ ഭഗവാന്റെ പാദപത്മത്തിൽ ആസക്തരുമാണ്. അനന്യ ചിന്തകന്മാരാകയാൽ, അതായത് വേറെ ചിന്തകളിൽ ആസക്തരല്ലാത്തതുകൊണ്ട് അവർക്ക് പിതാവിൻ്റെ ആജ്ഞയെ നിഷേധിക്കേണ്ടി വന്നു. താമസഗുണത്തിൻ്റെ സൃഷ്ടി നിഷേധരൂപത്തിൽ ഇവിടെ അനുഭവത്തിൽ കാണിക്കുന്നു. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർനവാണീം. ശ്ലോകം 4. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യദോ ജനിമൃഢോ ഭവദേകദേശ നാമാനി മേ കുരു പദാനി ചഹാവിരിഞ്ചേതി ആദൗ രുരോധ കില തേന സരുദ്രനാമാ. താവത് പ്രകോപം ഉദിതം പ്രതിരുന്ധതഃ അസ്യ ഭ്രൂമധ്യതഃ അജനി മൃഡഃ ഭവത് ഏകാദശഃ നാമാനി മേ കുരു പദാനി ച ഹ വിരിഞ്ച ഇതി ആദൗ രുരോധ കില തേന സഹ രുദ്രനാമ. താവത് ഉദിതം പ്രകോപം പ്രതിരുന്ധതഃ അസ്യ. അപ്പോഴുണ്ടായ വർദ്ധിച്ച കോപം മനസ്സിലൊതുക്കുന്ന ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യതഃ ഭവദേകദേശഃ മൃഡഃ അജനി. പുരികക്കൊടികളുടെ ഇടയ്ക്ക് നിന്ന് നിൻ തിരുവടിയുടെ അംശാവതാരമായ മൃഡൻ ഉണ്ടായി. ഹ വിരഞ്ച മേ നാമാനി പദാനി ച കുരു ഇതി സഹ. ഹേ സൃഷ്ടികർത്താവെ, എനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും കൽപ്പിച്ചു തരുക എന്ന് അദ്ദേഹം ആദൗ രുരോധ കില തേന സഹ രുദ്രനാമ.
ആദ്യം നിലവിളിച്ചു പറഞ്ഞു അത്രേ. അതുകൊണ്ട് അദ്ദേഹം രുദ്രനെന്ന് നാമമുള്ളവനായി. പുത്രന്മാർ തൻ്റെ ആജ്ഞയെ നിരസിച്ചപ്പോൾ ഉണ്ടായ കോപത്തെ അടക്കിയ ബ്രഹ്മാവിൻ്റെ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്നും അങ്ങയുടെ അംശമായ മൃഡൻ, അതായത് ശിവൻ ജനിച്ചു. അവൻ ആദ്യം തന്നെ, അല്ലയോ ബ്രഹ്മാവേ, എനിക്ക് പേരും വാസസ്ഥലവും കൽപ്പിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞു അത്രേ. അതിനാൽ അദ്ദേഹത്തിന് രുദ്രനെന്ന് പേരു കിട്ടി. കോപത്തിൻ്റെ അഥവാ ദ്വേഷത്തിൻ്റെ എതിരൊളി പ്രതിഫലിക്കുന്നത് നെറ്റിയുടെ ഭാഗത്താണ്. സൃഷ്ടി ചെയ്യൂ എന്ന പിതാവിൻ്റെ ആജ്ഞയെ അനുസരിക്കാതിരുന്നപ്പോൾ തന്നെ അപമാനിച്ച പുത്രന്മാരുടെ നേർക്ക് അസഹ്യമായ ക്രോധം ബ്രഹ്മദേവനുണ്ടായി. ആ കോപത്തെ പ്രദർശിപ്പിക്കാതെ ഉള്ളിൽ തന്നെ അടക്കുവാൻ ശ്രമിച്ചു. ആ കോപത്തെ ഉള്ളിൽ ഒതുക്കുവാൻ പരിശ്രമിച്ചെങ്കിലും അത് ബ്രഹ്മാവിൻ്റെ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്നും നീലയും വെളുപ്പും കലർന്ന നീലലോഹിതവർണ്ണനായ ഒരു കുമാരനായി ഉടനെ ജനിച്ചു. ജനിച്ച ഉടൻ തന്നെ തനിക്ക് നാമങ്ങളും സ്ഥാനങ്ങളും ബ്രഹ്മാവായ പിതാവിനോട് കൽപ്പിച്ചു തരുവാൻ നിലവിളിച്ച് കരഞ്ഞു. അതുകൊണ്ടാണ് രുദ്രൻ എന്ന പേരുണ്ടായത്. രുദ്രൻ ഭഗവാന്റെ അംശമാണ് എന്ന് ഭാഗവത പ്രഥമസ്കന്ധം 2-ാം അധ്യായം 23-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മജ്യോതിസിൻ്റെ പുറത്തേക്കുള്ള പുറപ്പാടിന് വഴിയായി ഭ്രൂമധ്യത്തെ, അതായത് പുരികങ്ങളുടെ നടുഭാഗത്തെ കൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഉചിതമായിരിക്കുന്നു. താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യദോ ജനിമൃഢോ ഭവദേകദേശ നാമാനി മേ കുരു പദാനി ചഹാവിരിഞ്ചേതി ആദൗ രുരോധ കില തേന സരുദ്രനാമാ. ശ്ലോകം 5. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാം താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ഏകാദശ ആഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാഃ വനിതാഃ ച ദത്വാ താവന്തി അധത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. അത സഹ ഭവത് പ്രണുന്നഃ രുദ്രം ഏകാദശാ ആഹ്വയതയാ വിഭിന്നരൂപം ച വിധായ. അനന്തരം ബ്രഹ്മാവ് നിൻ തിരുവടിയുടെ പ്രേരണയ്ക്കനുസരിച്ച് രുദ്രന് 11 പേരും അതിനു ചേർന്ന സ്വരൂപങ്ങളും നൽകി. ദയിതാഃ വനിതാഃ ച ദത്വാ താവന്തി പദാനി ച അധത്ത. പ്രിയതമകളായ വനിതകളെയും അത്രയും സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു. സാദരം തം പ്രജാവിരചനായ പ്രാഹ ച. എന്നിട്ട് വിനീതനായ അദ്ദേഹത്തിനോട് പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ബ്രഹ്മാവ് ആ രുദ്രനെ മനു, മന്യു, മഹാദേവൻ, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഊരുരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ഋതവ്രതൻ എന്നീ 11 ഭിന്ന രൂപങ്ങളോട് കൂടിയവനാക്കി ചെയ്തു. അതിനുശേഷം ദീ, വൃത്തി, അശന, ഉമ, നിയുത്, സർപ്പിസ്, ഇട, അംബിക, ഇരാവതി, സുത, ദീക്ഷ എന്നീ 11 സ്ത്രീകളെ ഭാര്യമാരായും നൽകി. ഹൃദയം, 5 ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് ഇങ്ങനെ 11 സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു. അനന്തരം നിൻ തിരുവടിയുടെ പ്രേരണയാൽ തന്നെ ആ രുദ്രനോട് ആദരപൂർവം
ഈ നാമങ്ങളെയും സ്ഥാനങ്ങളെയും ഗ്രഹിച്ചുകൊണ്ട് ഭാര്യാസമേതനായി ബഹുപ്രജകളെ സൃഷ്ടിക്കുവാൻ പറഞ്ഞു. അങ്ങനെ പ്രജകളുടെ രക്ഷകനായി ഭവിക്കും എന്നും അനുഗ്രഹിച്ചു. ഭാഗവതം 3-ാം സ്കന്ധം 12-ാം അധ്യായം 11-13 ശ്ലോകങ്ങളിൽ രുദ്രൻ്റെ പേരും സ്ഥാനമാനങ്ങളും പത്നിമാരെയും കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാം താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ശ്ലോകം 6. രുദ്രൻ്റെ പ്രജാസൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘഃ സംപൂര്യമാണ ഭുവനത്രയഭീതചേതാം മാമാ പ്രജാസൃജ തപശ്ചര മംഗളായേതി ആചഷ്ടതം കമലഭൂർഭവതീരിതാത്മാ. രുദ്ര അഭിസൃഷ്ട ഭയദ ആകൃതി രുദ്ര സംഘ സംപൂര്യമാണ ഭുവന ത്രയ ഭീത ചേതാഹ മാ മാ പ്രജാഹ സൃജ തപഃ ചര മംഗളായ ഇതി ആചഷ്ട തം കമലഭൂഃ ഭവത് ഈരിത ആത്മാ. രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സംപൂര്യമാണ ഭുവനത്രയഭീത ചേതാഹ കമലഭൂഃ. രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കര രൂപികളായ രുദ്രന്മാരുടെ ഗണങ്ങൾ 3 ലോകത്തിലും നിറഞ്ഞു വരുന്നത് കണ്ട് ഉള്ളിൽ ഭയം തോന്നിയ ബ്രഹ്മാവ് ഭവതീരിതാത്മാ ത്വം പ്രജാഹ മാ മാ സൃജ. നിൻ തിരുവടി ഉള്ളിലിരുന്ന് പ്രേരിപ്പിച്ചതനുസരിച്ച് അരുത്, അങ്ങ് ഇനി പ്രജാസൃഷ്ടി ചെയ്യരുത്. മംഗളായ തപഃ ചര ഇതി തം ആചഷ്ട. ലോകനന്മയ്ക്കായി തപസ് ചെയ്താലും എന്ന് ആ രുദ്രനോട് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ കൽപ്പനയനുസരിച്ച് രുദ്രൻ സൃഷ്ടി ചെയ്യുവാൻ തുടങ്ങി. സൃഷ്ടിച്ചുവിട്ട ഭയങ്കരാകൃതികളായ, അതായത് ഭസ്മം പൂശി കാളപ്പുറത്ത് കയറി ഗണ്ഡ്വാംഗം മഴു മാൻ തലയോട് ഇവ ധരിച്ച് തോലുമുടുത്ത് പാമ്പുകളെ അണിഞ്ഞ് തീക്കണ്ണുകളോടുകൂടി സഞ്ചരിക്കുന്ന അനവധി രുദ്രന്മാരാൽ ത്രൈലോക്യം നിറയുന്നത് കണ്ട് ഭയപ്പെട്ട ബ്രഹ്മാവ് അങ്ങയുടെ പ്രേരണയാൽ അവനോട് വേണ്ട വേണ്ട, നീ പ്രജകളെ സൃഷ്ടിക്കേണ്ട, ലോകത്തിന് മംഗളമുണ്ടാകുന്നതിനായി തപസ് ചെയ്യുക എന്ന് കൽപ്പിച്ചു. പൂജ്യനായ പിതാവിനാൽ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട ഭഗവാൻ രുദ്രൻ ഫലം കൊണ്ടും ആകൃതി കൊണ്ടും സ്വഭാവം കൊണ്ടും തന്നോട് തുല്യങ്ങളായ പ്രജകളെ സൃഷ്ടിച്ചു. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ രുദ്രനെ പോലെ ബലശാലികളും നീല ലോഹിത നിറമുള്ളവരും ഉഗ്രമായ സ്വഭാവത്തോടു കൂടിയുമായിരുന്നു. അവർ 4 ഭാഗത്തുമുള്ള അന്യ സൃഷ്ടിപ്രജകളെ നശിപ്പിക്കുവാൻ തക്കവിധം ഭയങ്കര ആകൃതി സ്വഭാവമുള്ളവരായി കാണപ്പെട്ടു. എണ്ണിയാൽ തീരാത്ത വിധം അനേകം സംഘങ്ങളായി ലോകത്തിൽ നിറഞ്ഞു. ഇവരെ കണ്ടിട്ട് ബ്രഹ്മാവ് ഇവർ മറ്റു പ്രജകളെ കൂടി നശിപ്പിക്കുമോ എന്ന് സംശയം വന്നതുകൊണ്ട് ഉടനെ, അല്ലയോ ദേവ, ഇപ്രകാരമുള്ള പ്രജകളെ വർദ്ധിപ്പിച്ചത് മതി, സൃഷ്ടിയെ നിർത്തുക. കാരണം ഇവരുടെ ഉഗ്രങ്ങളായ നോട്ടങ്ങൾ എന്നെയും ദിക്കുകളെയും ഭയപ്പെടുത്തുന്ന രീതിയിലാണ്. അതിനാൽ സർവ ജീവജാലങ്ങൾക്കും സുഖത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥമായ തപസ് ആചരിക്കുവാനായി രുദ്രനോട് ആവശ്യപ്പെട്ടു. തപസ്സിനാൽ രുദ്രന് മംഗളം ഭവിക്കും. ഈ വിശ്വത്തെ തന്നെ സംരക്ഷിക്കുവാനും സാധിക്കും. തപസ്സിൻ്റെ അഥവാ ധ്യാനത്തിൻ്റെ ഗുണം എന്താണ്? തപസ്സിൻ്റെ മഹിമയാൽ, അതായത് ധ്യാനത്തിൻ്റെ മഹിമയാൽ
എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വർത്തിക്കുന്നവനും പരംജ്യോതി സ്വരൂപനും ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനുമായ ഈശ്വരനെ പ്രാപിക്കാം. ഇപ്രകാരം ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ട രുദ്രൻ കൽപ്പനയെ അംഗീകരിച്ച് സമ്മതം വാങ്ങിയ ശേഷം തപസ് ചെയ്യുവാൻ വനത്തിലേക്ക് പോയി. ആലോചനയില്ലാതെ പ്രവൃത്തി ചെയ്യുന്നത് അനർത്ഥത്തിനാകുമെന്നിവിടെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ നിവാരണത്തിനായി, ലോകക്ഷേമത്തിനായി തപസ് മാത്രമാണ് ഉപായം എന്നിവിടെ എടുത്തു കാണിക്കുന്നു. ഭവതീരിതാത്മാ എന്ന പദത്തിൻ്റെ സാരം ഭഗവാൻ അന്തര്യാമിയായിരുന്നു കൊണ്ട് പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ജീവികൾ ഓരോ പ്രവൃത്തിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്മാർഗത്തിലേക്കുള്ള ഈ അനുശാസനം ശരിക്കും അനുസരിക്കേണ്ടതാണ് എന്നതാണ് വാസ്തവം. ഇവിടെ ചഞ്ചലമായ മനസ്സ് ബുദ്ധി പറയുന്നത് പോലെ അനുസരിക്കുമ്പോൾ സന്മാർഗത്തിലേക്കുള്ള വഴിയായി. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘഃ സംപൂര്യമാണ ഭുവനത്രയഭീതചേതാം മാമാ പ്രജാസൃജ തപശ്ചര മംഗളായേതി ആചഷ്ടതം കമലഭൂർഭവതീരിതാത്മാ. ശ്ലോകം 7 മരീചി തുടങ്ങിയവരുടെ ഉത്പത്തിയെ പ്രതിപാദിക്കുന്നു. തസ്യാധസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. തസ്യ അധ സർഗരസികസ്യ മരീചിഃ അത്രിഃ തത്ര അംഗിരാः ക്രതുമുനിഃ പുലഃ പുലസ്ത്യः അംഗാദ് അജായത ഭൃഗുഃ ച വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദഃ ച ഭഗവൻ ഭവത് അംഘ്രിദാസഃ. അത തത്ര സർഗരസികസ്യ തസ്യ അംഗാത്. പിന്നീട് അവിടെ സൃഷ്ടിയിൽ രസിക്കുന്ന ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് മരീചിഃ അത്രിഃ അംഗിരാः ക്രതുമുനിഃ പുലഃ പുലസ്ത്യः ഭൃഗുഃ ച അജായത. മരീചി, അത്രി, അംഗിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരും ഉണ്ടായി. വസിഷ്ഠ ദക്ഷൗ ച അജായേതാം. വസിഷ്ഠനും ദക്ഷനും ഉദ്ഭവിച്ചു. ഹേ ഭഗവൻ, ഭവത് അംഘ്രിദാസഃ ശ്രീനാരദഃ ച അജായത. അല്ലയോ സർവശക്തനായ ഭഗവാനെ, നിന്തിരുവടിയുടെ പാദദാസനായ ശ്രീനാരദ മഹർഷിയും ഉണ്ടായി. ഇപ്രകാരം രുദ്രനെ തപസ്സിനായി നിയോഗിച്ചതിനു ശേഷം പിന്നെയും പ്രജാസൃഷ്ടിയെപ്പറ്റി ഉത്കണ്ഠയോടുകൂടി ചിന്തിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും 10 പുത്രന്മാർ ജനിച്ചു. അവരിൽ മരീചി മനസ്സിൽ നിന്നും, അത്രി കണ്ണിൽ നിന്നും, അംഗിരസ് മുഖത്തിൽ നിന്നും, ക്രതുമുനി കയ്യിൽ നിന്നും, പുലഹൻ നാഭിയിൽ നിന്നും, പുലസ്ത്യൻ കാതിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണനിൽ നിന്നും, ദക്ഷൻ കാലിൻ്റെ പെരുവിരലിൽ നിന്നും ജനിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദദാസനായ ശ്രീനാരദൻ മടിയിൽ നിന്നുമാണ് ജനിച്ചത്. അംഗാദ്, അംഗം ശരീരവും ശരീര അവയവങ്ങളുമാകാം. ഏതേത് അവയവങ്ങളിൽ നിന്നും ജനിച്ചു എന്നത് ഭാഗവത പുരാണത്തിലുണ്ട്. ഭാഗവതം 3-ാം സ്കന്ധം 12-ാം അധ്യായം 23-24 ശ്ലോകങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. തസ്യാധസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ
ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. ശ്ലോകം 8. തുടർന്നുണ്ടായ സൃഷ്ടിയെ വിവരിക്കുന്നു. ധർമാദിഗാനഭിസൃജൻ അധ കർദമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. ധർമ്മ ആദികാൻ അഭിസൃജൻ അധ കർദമം ച വാണീം വിധായ വിധിഃ അങ്കജ സങ്കുലഃ അഭൂത് ത്വത് ബോധിതൈഃ സനക ദക്ഷ മുഖൈഃ തനുജൈഃ ഉദ്ബോധിതഃ ച വിരരാമ തമഃ വിമുഞ്ചൻ. അധ ധർമാധികാൻ കർദമം ച അഭിസൃജൻ. അനന്തരം ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമനെയും സൃഷ്ടിച്ചുകൊണ്ട് വാണിം വിധായ വിധിഃ സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് അങ്കജ സങ്കുലഃ അഭൂത് കാമപരവശനായി തീർന്നു. ത്വദ്ബോധിതൈഃ നിൻ തിരുവടിയുടെ പ്രേരണയാൽ സനക ദക്ഷ മുഖൈഃ സനകൻ ദക്ഷൻ തുടങ്ങിയ തനുജൈഃ ഉദ്ബോധിതഃ സൻ മക്കൾ ഓർമ്മപ്പെടുത്തിയതിനാൽ തമഃ വിമുഞ്ചൻ അജ്ഞാനത്തെ കൈവെടിഞ്ഞ് വിരാമ ച അകൃത്യത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. പിന്നെ ബ്രഹ്മാവിൻ്റെ വലത്തെ സ്ഥാനത്തിൽ നിന്നും ധർമ്മദേവനും ശ്രീനാരായണനും പിൻഭാഗത്ത് നിന്ന് അധർമ്മവും മൃത്യുവും ഹൃദയത്തിൽ നിന്നും കാമനും പുരികങ്ങളിൽ നിന്നും കോപവും അധരത്തിൽ നിന്നും ലോഭവും ഇങ്ങനെ പല അവയവങ്ങളിൽ നിന്നും പലതും ജനിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നിഴലിൽ നിന്നും കർദമ പ്രജാപതി ഉണ്ടായി. പിന്നെ അദ്ദേഹം സരസ്വതിയെ സൃഷ്ടിച്ചിട്ട് ആ ദേവിയെ കണ്ട് കാമപരവശനായി തീർന്നു. എന്നാൽ സർവത്തിനും സാക്ഷിയായ നിൻ തിരുവടിയാൽ പ്രേരിതനായ സനകൻ ദക്ഷൻ മുതലായ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരുടെ ഉപദേശത്താൽ അജ്ഞാനം നീങ്ങി അദ്ദേഹം അനാര്യമായ അഭിനിവേശത്തിൽ നിന്നും ഒഴിഞ്ഞു. ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് സരസ്വതി ദേവിയെ മകളുടെ സ്ഥാനമാണ്. അംഗസൗന്ദര്യത്തിൽ ആകൃതനാകുവാൻ പാടില്ലാത്തതാണ്. മഹാത്മാർക്ക് പോലും തമോ ഗുണബാധ ഉണ്ടാകാമെന്നും ഉചിതമായ ഉപദേശം ബാലന്മാരിൽ നിന്നുമായാൽ പോലും സ്വീകാര്യമാണെന്നിവിടെ സൂചിപ്പിക്കുന്നു. തെറ്റുകളെ ചൂണ്ടിക്കാട്ടി നല്ല മാർഗത്തിലേക്കുള്ള ഉപദേശം ആര് തന്നാലും ബാലന്മാരായാലും സ്വന്തം മക്കളായാലും സ്വീകരിക്കണം എന്നതാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിലെ സാരം. ധർമാദിഗാനഭിസൃജൻ അധ കർദമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. ശ്ലോകം 9. വേദാൻ പുരാണനിവഹാനപി സർവവിദ്യാം കുർവന്നിജാനനഗണാചതുരാനനോऽസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവം സ്തവ പദാംബുജമാശ്രിതോऽഭൂത്. വേദാൻ പുരാണ നിവഹാൻ അഭി സർവവിദ്യാഃ കുർവൻ നിജ ആനന ഗണാത് ചതുരാനനഃ അസൗ പുത്രേഷു തേഷു വിനിധായ സഹ സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദ അംബുജം ആശ്രിതഃ
അഭൂത്. സഹ അസൗ ചതുരാനനഃ. ഈ നാൻമുഖൻ, നാലുമുഖമുള്ള ബ്രഹ്മാവ് നിജാനന ഗണാത് വേദാൻ പുരാണ നിവഹാൻ സർവവിദ്യാഹ അഭികുർവൻ. തൻ്റെ നാല് മുഖങ്ങളിൽ നിന്നും വേദങ്ങൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവയും ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം ആദിയായ സകല വിദ്യകളും നിർമ്മിച്ച് തേഷു പുത്രേഷു വിനിധായ, അവയെ മരീചി മുതലായ പുത്രന്മാരിൽ അവരിൽ ഏൽപ്പിച്ച് സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പാദാംബുജം ആശ്രിതഃ അഭൂത്. സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കാത്തതിനാൽ നിൻ തിരുവടിയുടെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു. ഈ ബ്രഹ്മാവ് തൻ്റെ നാല് മുഖങ്ങളിൽ നിന്നും നാല് വേദങ്ങളെയും സംക്ഷേപരൂപങ്ങളായ പുരാണങ്ങളെയും ശിക്ഷാദികളായ 6 വേദങ്ങളെയും മീമാംസ മുതലായ 4 ഉപാംഗങ്ങളെയും ആയുർവേദം മുതലായ 4 ഉപവേദങ്ങളെയും എന്നുവേണ്ട എല്ലാ വിദ്യകളെയും സൃഷ്ടിച്ച് തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചതിനു ശേഷം പ്രജകൾ വർദ്ധിക്കാത്തതിനാൽ അങ്ങയുടെ പാദപത്മങ്ങളെ ആശ്രയിച്ചു. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യാം കുർവൻ നിജാനനഗണാത് ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവം സ്തവ പദാംബുജമാശ്രിതോഭൂത്. ശ്ലോകം 10. ജാനൻ ഉപായമധദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജൻ മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. ജാനൻ ഉപായം അധ ദേഹം അജഹ വിഭജ്യ സ്ത്രീപുംസ ഭാവം അഭജത് മനു തത് വധൂഭ്യാം താഭ്യാം ച മാനുഷ കുലാനി വിവർദ്ധയൻ ത്വം ഗോവിന്ദ മാരുത പുരേശ നിരുന്തി രോഗാൻ. അധ അജഹ ഉപായം ജാനൻ ദേഹം വിഭജ്യ. അനന്തരം ബ്രഹ്മാവ് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായം അറിഞ്ഞ് തൻ്റെ ദേഹത്തെ 2 പകുത്ത് മനുതത്വധൂഭ്യാം സ്ത്രീപുംസഭാവം അഭജത്. മനുവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയുമായി സ്ത്രീ പുരുഷഭാവത്തെ അവലംബിച്ചു. ഹേ മാരുതപുരേശ ഗോവിന്ദ, ശ്രീ ഗുരുവായൂരിൽ അധിവസിക്കുന്ന ഹേ ഗോവിന്ദ, താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയൻ ത്വം മേ രോഗാൻ നിരുന്തി. അവരെ കൊണ്ട് പിന്നെ മനുഷ്യവംശങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണമേ. നിൻ തിരുവടിയുടെ പാദപത്മങ്ങളെ ഭജിച്ചതുകൊണ്ട് ബ്രഹ്മാവിന് സൃഷ്ടിയെ വർദ്ധിപ്പിക്കുവാനുള്ള ഉപായത്തെ അറിഞ്ഞു. ബ്രഹ്മ തൻ്റെ ശരീരത്തെ 2 പകുത്തു. ശരീരത്തിൻ്റെ വലതുഭാഗം കൊണ്ട് പുരുഷനെയും ഇടതുഭാഗം കൊണ്ട് സ്ത്രീയെയും സൃഷ്ടിച്ചു. അതായത് തൻ്റെ ശരീരത്തെ സ്വയംഭൂമനുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശതരൂപയും എന്ന് 2 പകുത്ത് അവരെ കൊണ്ട് മനുഷ്യവർഗത്തെ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച് ആദ്യത്തെ പുരുഷൻ മനുവും ആദ്യത്തെ സ്ത്രീ ശതരൂപയുമാകുന്നു. ജാനൻ ഉപായമധദേഹമജോ വിഭജ്യ
സ്ത്രീപുംസഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാ. ഭാഗവതം തൃതീയ സ്കന്ധം 10, 11, 12 അധ്യായങ്ങളുടെ സംഗ്രഹമാണ് ഈ ദശകത്തിൽ ശ്രീ നാരായണ ഭട്ടതിരി ചുരുക്കി വിവരിച്ചിട്ടുള്ളത്. എൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദശകത്തെ അവസാനിപ്പിക്കുന്നു. പാരായണം ദശകം 10. വൈകുണ്ഠവർദ്ധിതബലോധ ഭവത്പ്രസാദാത് അംഭോജയോനിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നോനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനഭിദേവഭേദാൻ മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ധാമതാമസപദാർത്ഥവിധാനദൂനാ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ താവത്സസർജമനസാസനഗം സനന്ദം ഭൂയഃ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർനവാണീം താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യദോ ജനിമൃഢോ ഭവദേകദേശ നാമാനി മേ കുരു പദാനി ചഹാവിരിഞ്ചേതി ആദൗ രുരോധ കില തേന സരുദ്രനാമാ ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാം താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘഃ സംപൂര്യമാണ ഭുവനത്രയഭീതചേതാം മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേതി ആചഷ്ടതം കമലഭൂർഭവതീരിതാത്മാ തസ്യാധസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനിഃ പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസാ ധർമാദിഗാനഭിസൃജൻ അധ കർദമം ച വാണീം വിധായ വിധിരംഗജസംകുലോഭൂത് ത്വദ്ബോധിതൈഃ സനഗദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ജൻ വേദാൻ പുരാണനിവഹാനഭി സർവവിദ്യാം കുർവന്നിജാനനഗണാച്ചതുരാനനോऽസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോऽഭൂത് ജാനൻ ഉപായമധദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.